കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, നല്ല പ്രാസംഗികൻ എന്ന നിലയിൽ കാസർഗോഡ് വരുന്നുണ്ട്. UDFന്റെ ഘടകകക്ഷികൾക്കായാലും ഏറ്റവും വലിയ ശല്യം ഉണ്ടാകുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിമത ശല്യങ്ങൾ കൂടുതലായി ഉണ്ടാവാറുണ്ട്. അത് കണ്ടതുകൊണ്ടായിരിക്കും കെ എം ഷാജി എങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾ നേതൃത്വത്തോട്, ജില്ലാ നേതൃത്വത്തോടൊന്നും ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. അത് തീരുമാനിച്ചാൽ അത് ആരായാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് കൈയും നീട്ടി അവരെ വിജയിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കുറഞ്ഞതുകൊണ്ടും വലിയ നേട്ടമുണ്ടാക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. മുസ്ലിം ലീഗിനെന്നല്ല, UDFനും സാധിച്ചു. അത് എൻ്റെ മാത്രം വിജയമല്ല, കമ്മിറ്റിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും താഴെ കടയിലുള്ള കമ്മിറ്റികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. 263 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലയിൽ വലിയ നേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് കൊണ്ടും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കുറഞ്ഞതുകൊണ്ടും വലിയ നേട്ടമുണ്ടാക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. മുസ്ലിം ലീഗിനെന്നല്ല, UDFനും സാധിച്ചു. അതുവഴി UDFന്റെ മറ്റു കക്ഷികൾക്കും നല്ല നേട്ടം കൊയ്യാൻ സാധിച്ചു. ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗാണ്. ഇപ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം അംഗങ്ങളുള്ള മുസ്ലിം ലീഗാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ശക്തമായ ഒരു രാഷ്ട്രീയ കക്ഷി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ അഭിമാനം തോന്നുന്നു. അത് എൻ്റെ മാത്രം വിജയമല്ല, കമ്മിറ്റിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും താഴെ കടയിലുള്ള കമ്മിറ്റികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. 263 അംഗങ്ങളെ നേടിയെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 200 അംഗങ്ങളാണ്. ഇപ്പോൾ അത് 263, ഏകദേശം 32%, 31.5% വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനും കോൺഗ്രസിനായാലും UDFന്റെ ഘടകകക്ഷികൾക്കായാലും ഏറ്റവും വലിയ ശല്യം ഉണ്ടാകുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിമത ശല്യങ്ങൾ കൂടുതലായി ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം താരതമ്യേന അത് വളരെ കുറവായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു വലിയ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. അതിന് ഒരു കാരണം താഴെത്തട്ടിൽ നിന്ന്, വാർഡ് തലങ്ങളിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അത് ഏകകണ്ഠമായി ഒരാളെ നിശ്ചയിക്കുന്നതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ആരെ നിർണയിക്കും എന്നതില് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഈ കാസർഗോഡ് മുസ്ലിം ലീഗ് ഘടകത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്കൊന്ന് ഒരു മികച്ച സ്ഥാനാർത്ഥി കണ്ടെത്താനാകുക? അല്ല, മുസ്ലിം ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ്. അത് ജില്ലാ കമ്മിറ്റിയോ ഇല്ലെങ്കിൽ നിയോജക മണ്ഡലം കമ്മിറ്റിക്കോ യാതൊരു അഭിപ്രായമൊന്നുമില്ല. ഒരു അഭിപ്രായം സ്വരൂപിക്കുമെന്നല്ലാതെ അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. അത് തീരുമാനിച്ചാൽ അത് ആരായാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് കൈയും നീട്ടി അവരെ വിജയിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നത്. പൊതുവെ ഇപ്പൊ കാസർഗോഡ് നിന്ന് തന്നെ, കാസർഗോഡ് ജനിച്ചു വളർന്ന, കാസർഗോഡിനെ മനസ്സിലാക്കി അറിഞ്ഞ ഒരാളെയാണ് സ്ഥാനാർത്ഥിയായി വേണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹം, അണികൾക്കാണെങ്കിലും കാസർഗോഡ് ജനങ്ങൾക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ കാസർഗോഡിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത കൂടുതലുണ്ടാവുക. അത് പലരുടെയും പ്രവർത്തകരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ ആയിരിക്കും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നത്. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും, അതിലൊരു സംശയമില്ല. കെ എം ഷാജി കാസർഗോഡ് മത്സരിക്കും എന്ന് ആദ്യൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഇത്തരത്തില് പല പ്രചരണങ്ങളുണ്ട്. അപ്പൊ ഒരു പ്രസിഡന്റ് നിലയിൽ ഈ റൂമറുകളെ എങ്ങനെയാണ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്?
കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, നല്ല പ്രാസംഗികൻ എന്ന നിലയിൽ കാസർഗോഡ് വരുന്നുണ്ട്. അത് കണ്ടതുകൊണ്ടായിരിക്കും കെ എം ഷാജി എങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾ നേതൃത്വത്തോട്, ജില്ലാ നേതൃത്വത്തോടൊന്നും ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അതിന് സംസ്ഥാന നേതൃത്വത്തോട് ഉന്നയിച്ചോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഇനി ആരായാലും ആരെ പ്രഖ്യാപിച്ചാലും അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന സ്വഭാവമായിരിക്കും കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. അത് ഉൾക്കൊള്ളാനും തയ്യാറാണ്.